പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞാൻ എല്ലാ മക്കളെയും ആശീർവദിക്കുന്നു. ഈശോയെ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്ന് ദേവാലയത്തിൽ പോവുകയും ദൈവികമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും സഭയെ സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും സഭയുടെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ, ഇന്ന് ഉടമ്പടി പ്രകാരം രോഗികളെ കാണാൻ പോകുന്നവരെ, സുവിശേഷ വേലയ്ക്ക് പോകുന്നവർ, പത്രം കൊടുക്കാൻ പോകുന്നവർ, അനാഥാലയങ്ങളിൽ പോകുന്നവർ, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനം പാലിച്ചു പോകുന്നവരെല്ലാം, അവരെല്ലാം നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ വരത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും
മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും വിടുതലുണ്ടാകട്ടെ. പകൽ മേഘസ്തംഭവും രാത്രി തീത്തൂണുമായി നമ്മളെ നയിച്ച നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറക്കുകയും നിൻ്റെ വഴികളിൽ അവിടെ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഇന്ന് കാണാൻ പോകുന്നത് ഹൗ ടു ഗെറ്റ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ജീസസ്. എന്നുവെച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം എങ്ങനെ കിട്ടാം, സംരക്ഷണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ലേ, 21 ലക്ഷം ആൾക്കാരെ ഞാൻ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. എത്ര 87 തുടങ്ങിയതാണ്. ഇപ്പം എത്രയോ വർഷമായി, 36 വർഷം കഴിഞ്ഞില്ലേ, ഇപ്പം 37 വർഷമായിരുന്നു. എന്താണ് ഇത്രയും കാലങ്ങളിലൂടെ ഒരു 10-200 ആൾ അല്ലെങ്കിൽ 500 ആളെയൊക്കെ കാണാത്ത ദിവസങ്ങൾ കുറവാണ്. ഏറ്റവും കുറഞ്ഞ ദുഃഖവെള്ളിയാഴ്ച മാത്രമേ ആൾക്കാരെ ഒന്നും കാണത്തില്ല, ബാക്കി എല്ലാ ദിവസവും ആൾക്കാരെ കാണും. ഞാനിത് പറയാൻ കാര്യം, ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാൻ കാരണം ഞാൻ എപ്പോഴും ആൾക്കാരെ നിരീക്ഷിക്കും. പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കണത് ദൈവവചനത്തെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. മനുഷ്യൻ്റെ പ്രശ്നങ്ങളും അപ്പോൾ ഈ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ദൈവത്തെ കൊണ്ട് പരിഹരിപ്പിക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, പണ്ടുപോലെ ചിന്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വരുന്ന ആൾക്കാരെ എല്ലാം കൃത്യമായിട്ട് ഞാൻ ഈ വിശ്വാസ പ്രമാണം പഠിപ്പിക്കും. എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ ഞാനത് കൃത്യമായിട്ട് സൂക്ഷ്മതയോടെ പഠിപ്പിക്കാൻ നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ പ്രമാണം എന്ന് പറയണത് ഇപ്പം നൈസയൻ ക്രീഡ്, നിക്കിയ സുനദോസ് വിശ്വാസ പ്രമാണം, സഭയുടെ വിശ്വാസ പ്രമാണം, അപ്പം അതിൻ്റെ അകത്ത് വരണത് അത് എന്താണെന്നാണ് എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞിരിക്കണമെന്ന് അറിയാമോ? അത് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസാണ്. അതെങ്ങനെയാണ്? ആദിമസഭയിലെ പൗലോസിനുണ്ടായ വെളിപാടാണ്. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ദൈവം അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷയെന്ന് പറയണത് അതുപോലെ ഈശോ തന്നെയാണ്. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ ധ്യാനങ്ങളിലും എൻ്റെ ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 10:9, റോമ 10:9, പിന്നെ ലൂക്ക 2:30. ഇപ്പം രക്ഷ എങ്ങനെയാണ് പ്രാപിക്കണത്? അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇപ്പം രക്ഷ എന്ന് പറഞ്ഞാൽ ആരാണ്? രക്ഷ എങ്ങനെയാണ് പ്രാപിക്കണത്? ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കണമല്ല, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആധ്യാത്മിക ലക്ഷ്യം എന്താണ്? യമനിയമാസന, പ്രാണായാമ, പ്രത്യാസന, നിധിധ്യാസന, സമാധി, അങ്ങനെ ഒരു സമാധിയിലേക്ക് പോകുന്നതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ആധ്യാത്മിക ലക്ഷ്യം ഈ ക്രിസ്തുവിനെ അനുഭവിക്കുകയാണ്. അപ്പോൾ നിനക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള പുതിയൊരു വാതിൽ തുറന്നു വരികയാണ്, സാധ്യതയാണ്. അപ്പോൾ ക്രിസ്തുവിനെ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ആ പ്രശ്നകാലങ്ങളിൽ തന്നെ വിശ്വാസം പ്രഖ്യാപിക്കണം. വിശ്വാസത്തെ നമുക്കറിയാം, വിശ്വാസം എന്ന് പറയണത് പലപ്പോഴും ഒരറിവിൻ്റെ തലത്തിലുള്ള വിശ്വാസമുണ്ട്, അല്ലേ? വിശ്വാസം കേൾവി എന്നൊക്കെ പറയത്തില്ലേ? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ വന്നാണ്. അപ്പം എന്തെങ്കിലും വിശ്വാസമല്ല ഉള്ളത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളാണ്. ഞാനിത് പറയണ കാരണം, അതായത് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാം വചനങ്ങളില്ലേ, ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ. ആദ്യം വിശ്വാസം അറിവിൽ നിന്ന് വരണ കാണാം. എന്തറിവാണ്?
വിശ്വാസം കേൾവിയിൽ നിന്ന്. 10:17 റോമ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഇത് ഇതിനൊരു 100 പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് അടിത്തറ ഉറപ്പിച്ചില്ലെങ്കിൽ ഉത്തരവിധാനമൊക്കെ ഇങ്ങനെ വിണ്ടുകീറി വരും. പ്രത്യേകിച്ച് കാറ്റും മഴ ഉണ്ടാകുമ്പോൾ. കർത്താവ് ഒരു കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? എന്താണ്? ഇപ്പം അടിത്തറ എന്താണ്? വിശ്വാസം കേൾവിയിൽ നിന്നും. കേൾവി എന്താണ്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്നുമാണ്, പ്രസംഗങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ബേസ് ചെയ്താണ് വിശ്വാസം ഉള്ളത്, അല്ല എന്തെങ്കിലും വിശ്വസിക്കുകയല്ല. ഇപ്പം ചില ആൾക്കാർ, ചില സെക്കുലറായിട്ടുള്ള ആൾക്കാർ, ഈവൻ പ്രീസ്റ്റ് പോലും പറയും അച്ഛൻ ചെയ്യണത് ഫെയ്ത്തിസമാണെന്ന് പറയും. അപ്പോൾ ഞാൻ വിവരക്കേട് പറയുമ്പോൾ ഞാൻ മിണ്ടത്തില്ല. കാര്യം ഞാൻ മിണ്ടിയാൽ എനിക്ക് അവർ ഒഫൻഡ് ചെയ്യേണ്ടി വരും. എന്താ കാര്യം? ഫെയ്ത്തിസം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലത്ത് യൂറോപ്യൻസ് ലോകത്ത് സംഭവിക്കുന്ന ദൈവികമായ ഇടപെടലിനൊക്കെ വിളിച്ച പേര് ഫെയ്ത്തിസം എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഈ ഫെയ്ത്തിസം എന്ന് പറയും ക്രിസ്തു പോലും ഫെയ്ത്തിസമാണ് ഉപയോഗിച്ചതെന്ന് പറയും. എന്താണ്? നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല. അതായത് വിശ്വാസം എന്ന് പറയണത്, നമുക്കൊരു വിശ്വാസം ഉണ്ടാകണത് ആത്മവിശ്വാസം, ആത്മധൈര്യം. ഇപ്പം ആൾക്കാർക്ക് അമ്പിയെ കൂടി നടക്കത്തില്ലേ? ഒരു വലിയ റോഡൊക്കെ പിടിച്ചുകൊണ്ട് അവർ ബാലൻസ് പോകാതിരിക്കാൻ കമ്പിയെ കൂടി നടക്കും. സർക്കസുകാർക്ക് അവരുടെ ബാലൻസിൽ അവർക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെയുള്ള വിശ്വാസമല്ല, അതിനാണ് ഫെയ്ത്തിസം എന്ന് പറയുന്നത്. അവരുടെ കഴിവിൽ, അവരുടെ മെയ് വഴക്കങ്ങളിൽ, ശീലങ്ങളിലൊക്കെ ഉള്ള വിശ്വാസം. അങ്ങനെയല്ല. വി ബിലീവ് ഇൻ എ പേഴ്സൺ. ഒരു വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഒരു ഐഡിയയിൽ പോലും അല്ല വിശ്വസിക്കുന്നത്. ഇപ്പോൾ മാർക്സിസം ഒരു ആശയത്തിലാണ് വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് ഒരു വ്യക്തിയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്നുള്ളതാണ് ബൈബിൾ നൽകുന്ന ഏറ്റവും വലിയ റെവലേഷൻ എന്ന് പറയുന്നത്, വെളിപാട്. അപ്പോൾ ഈശോ തന്നെ പറഞ്ഞല്ലേ, വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ പറയും, ലൂക്കാ 2:30, എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ രക്ഷ എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിസ്തുവാണ്. ഇപ്പൊ റോമ 10:9 നമ്മൾ വായിച്ചേ. 10:9 വായിച്ചേ. ഇത് ഞാൻ നിങ്ങളെ കാണാതെ പഠിപ്പിക്കും. എന്താണെന്നറിയോ? ഇതിപ്പോൾ നിങ്ങൾ ചിലർ പറയുമോ, ഇപ്പം ഇത് അച്ഛൻ എപ്പോഴും പറയണതാണിത്, ഇത് തന്നെ ഇനി ഞാൻ മരണം വരെ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ. എന്താണത്? 10:9 വായിച്ചേ. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും. അപ്പോൾ ആരാണ് യേശു? യേശു എന്ന് പറഞ്ഞ കർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം രക്ഷ പ്രാപിക്കണമെങ്കിൽ. ജോഷി, ഞങ്ങൾ ഇടുക്കി രൂപത രാജക്കാട് ഇടവകയാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 ജനുവരി 18 ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാനൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ അഡ്മിനിസ്ട്രേഷൻ സെഷനിൽ ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. എൻ്റെ വൈഫ് എബ്രോഡ് പുറത്തേക്ക് പോകാനായിട്ട് അപ്ലൈ ചെയ്യുകയും ഏകദേശം അതിൻ്റെ പ്രൊസീജിയറെല്ലാം ഏകദേശം ഓൾമോസ്റ്റ് 90% കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഒരു തീരുമാനം, ഇത്രയും നാൾ ഏകദേശം ഒരു 16 yearsോളം ഇന്ത്യയിൽ വർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് മാറി വേറൊരു രാജ്യത്തേക്ക് ഷിഫ്റ്റ് ആകാം, മൂവ് ഓൺ ചെയ്യാമെന്നുള്ള ഒരു രീതിയിൽ
ഞങ്ങൾ ആലോചിച്ച് റെസിഗ്നേഷൻ ചെയ്ത് ഞാനും ഇവിടെ നാട്ടിലേക്ക് വന്നു. ഞാൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു, വേറെ സ്റ്റേറ്റിലായിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു മാസം, ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ വൈഫിൻ്റെ പ്രൊസീജിയർ എല്ലാം നിന്നു പോവുകയും തിരിച്ച് പെട്ടെന്ന് ആ പ്രൊസീജിയർ അതോടുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. ഞാനാണെങ്കിൽ ജോബ് റിസൈൻ ചെയ്തു. വേറൊരു ഓപ്ഷൻ ഇല്ല. തിരിച്ച് റീജോയിൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും എനിക്ക് അത് വേണോ എന്നുള്ള ഒരു ചിന്തയിൽ അങ്ങനെ നിന്നു. ഈ ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു സൈഡിൽ നിന്ന് പതുക്കെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. കോർപ്പറേറ്റ് ലൈഫിൻ്റെ എല്ലാ ലക്ഷറിയിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വന്നപ്പോൾ അതെല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം മാതാവ് അവിടെയൊക്കെ എന്നെ പ്രത്യേകമായിട്ട് ഓരോ കാര്യങ്ങളിലും ഒരുക്കുകയായിരുന്നു. കാരണം എന്നും ഞാൻ വിചാരിച്ചു എന്നും ഈ സന്തോഷം, സുഖം അങ്ങനെയുള്ളൊരു ലൈഫാണ് എപ്പോഴും കൂടെ ഉണ്ടാവുക. മനുഷ്യനിൽ ആശ്രയിക്കുന്നത് ഒരു കെണിയാണ് എന്നാണ് പറയുക. അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ് അല്ലെങ്കിൽ സഹപ്രവർത്തകർ എല്ലാവരും എപ്പോഴും എന്നും ഉണ്ടാകും. അങ്ങനെ ഒരു വിചാരത്തിലായിരുന്നു എൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതെല്ലാം മാറി മറിഞ്ഞു. വൈഫിൻ്റെ ജോബ് അത് കിട്ടാനുള്ള ഓപ്ഷൻ നിന്നുപോയി. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞാലാണ് അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുള്ളൂ. അപ്പോൾ അത് അവിടെ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം ആ സമയത്തുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ മോന് ഇവൻ ഒരു 5 വയസ്സൊക്കെ ആയപ്പോഴത്തേനും ഒരു നിർത്താതെ യൂറിൻ പോകുന്ന ഒരു രോഗം. എത്ര ഹോസ്പിറ്റലുകളിൽ കാണിച്ചിട്ടും അത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, എന്ത് ചെയ്തിട്ടും അത് മാറുന്നില്ല. ഈ സമയത്ത് ഇവിടെ വന്ന് വൈഫ് ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പം ഞാൻ ജോബ് റിസൈൻ ചെയ്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഇവന് 1/2 മണിക്കൂർ കൂടുമ്പം യൂറിൻ പാസ് ചെയ്യണമായിരുന്നു. അത് പിന്നെ നിർത്താതെ 5 മിനിറ്റ് കൂടുമ്പം യൂറിൻ പാസ് ചെയ്യേണ്ട ഒരവസ്ഥ. അപ്പോൾ ഇവന് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല. തീരെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡയപ്പറൊക്കെ ഇട്ട് വിട്ടാലും അത് നനഞ്ഞ് ആകെ അവനത് പറയാൻ തന്നെ ബുദ്ധിമുട്ട്. യൂറിൻ ഇങ്ങനെ പോകാമെന്ന് ടീച്ചേഴ്സിനോട് പറയാനും ഭയങ്കര പ്രയാസം. അപ്പം ഞങ്ങൾക്ക് ഇവനെ UKG ഫുള്ള് ഏകദേശം ഓൾമോസ്റ്റ് 1 ഇയർ ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം തൊട്ട് ആ പ്രശ്നമില്ല. ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന വഴി തന്നെ അന്ന് തൊട്ട് ഇവന് യൂറിൻ പാസ് ചെയ്യുന്നത് നോർമലായി. പിന്നെ ആ പ്രശ്നം അതിന് ശേഷം ഇന്ന് വരെ അവന് വന്നിട്ടില്ല. അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ സുഹൃത്തുക്കളും കൂട്ടുകാരും ഒക്കെയാണ് വലിയത് എന്നുള്ള രീതിയിലുള്ളൊരു മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതിൽ നിന്നെല്ലാം മാറ്റി പ്രാർത്ഥന ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് ഈ ഉടമ്പടിയാണ്. കാരണം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് ഒരു 2 വർഷം മുമ്പ് പ്രാർത്ഥനയുണ്ട്, പള്ളിയിൽ പോവും, കുമ്പസാരിക്കും, കുർബാനയൊക്കെ കൂടുമെങ്കിലും ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഒരു 3-4 മാസം അടുപ്പിച്ച് പള്ളിയിൽ പോകാതിരിക്കും, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് വീണ്ടും തിരിച്ച് അതിലേക്ക് ഈ ഉടമ്പടി എടുത്ത ആ സമയത്ത് തന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാതാവ് നന്നായിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട്. എവിടെയെങ്കിലും പ്രാർത്ഥന മിസ്സാവുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യുമ്പോൾ തന്നെ അത് ചെയ്യാതിരിക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്. ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാതിരുന്നാൽ ഭയങ്കര അസ്വസ്ഥത, പള്ളിയിൽ പോവാതിരിക്കാനേ പറ്റില്ല. ഞായറാഴ്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് തിരക്കുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ സമയം കണ്ടെത്തി പള്ളിയിൽ പോവുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രയോറിറ്റി. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും ഒരുപാട് പേര് എന്നോട് പറയും, നിനക്ക് ഇത് തന്നെയാണ് പ്രാർത്ഥന. അപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് അതിൻ്റെ ഒരു അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങളും അത് പഠിക്കും. അല്ലാതെ ഓരോ സാഹചര്യങ്ങളിൽ വരുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുക. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു മാറി ജീവിക്കുമ്പോഴുള്ള അവസ്ഥകളും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴുള്ള അവസ്ഥകളും നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു ഇതിലേക്ക് വന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവരെ പറയാറുണ്ട്. അതേപോലെ ഞാൻ മൂന്നാർ ഒരു റിസോർട്ടിൽ
ഞങ്ങൾ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് പോയി ഒരു റിസോർട്ട്, ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു റിസോർട്ടാണ്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ സ്പേസേ ഉള്ളൂ. അതും ഒരു ടോപ്പിൽ വേണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം വണ്ടി ഞാൻ റിവേഴ്സ് ഇട്ടിട്ട് ഫസ്റ്റ് ഇട്ട് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ നേരത്ത് വണ്ടി സ്ലിപ്പായി ഒരു എങ്ങനെ പോയാലും ഒരു 100 ഫീറ്റ് ഉണ്ടാവും താഴത്തേക്ക്. 100 അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. വണ്ടി സ്ലിപ്പായി. ഓൾമോസ്റ്റ് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പോയി. എനിക്ക് ഉറപ്പായി ഇതോടുകൂടി അവസാനിച്ചു. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ ആ കാശുരൂപത്തെ പിടിച്ചു, മാതാവേ ഇനിയൊരു എന്താണ് എന്നുള്ള ചിന്തിക്കുകയല്ല, വലിയൊരു ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാവരും ഓടി വന്നു. അപ്പോൾ ഓടി വരുന്നവർ എനിക്ക് മിററിൽ കൂടെ കാണാം, തലയിൽ കൈയൊക്കെ വെച്ചിട്ടാണ് ഓടി വരുന്നത്. വണ്ടി ഒരു വലിയൊരു മൺതിട്ടയിലേക്ക് പോയി കയറി. അപ്പം ഞാൻ പ്രതീക്ഷിച്ചത് വണ്ടി കംപ്ലീറ്റ് പോയി. ഇനിയിപ്പം എനിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഒരു വണ്ടി താഴെ, ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഇതിലായിരുന്നു. അവർ വന്നു, വണ്ടി എല്ലാവരും കൂടി പൊക്കിയെടുത്തു. ഒത്തിരി ആളൊക്കെ വന്നിട്ട് വണ്ടിക്ക് ഞങ്ങൾ നോക്കുമ്പോൾ എനിക്കും പ്രശ്നമില്ല, വണ്ടിക്കും ഒരു പ്രശ്നമില്ല. വണ്ടിക്ക് ഒരു 100 റുപ്പീസിൻ്റെ ഒരു ചെറിയൊരിത്, ഒരു കേടുപാടും ഇല്ലാതെ അവിടുന്ന് മാതാവ് അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. അതേപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ ഇത് വെച്ചതിന് ശേഷം ഇത് ക്യാൻസലായി പോയിട്ട് ഞങ്ങൾ വീണ്ടും 6 മാസത്തിന് ശേഷം വെച്ചു. അത് പ്രൊസീജിയറെല്ലാം ഏകദേശം ഇപ്പോൾ അടുത്തൊരു 1 ഇയർ, ഇനി ഒരു 4 മാസം കൂടെ കഴിഞ്ഞ് 1 വർഷമാവും. ആ സമയമായപ്പോഴത്തേന് ഇന്നലെ വൈഫിന് വിസ അടിച്ചു വന്ന് ഈ വരുന്ന ബുധനാഴ്ച വൈഫ് പോകാനുള്ള ഇതെല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഉടമ്പടിയിൽ നിന്ന് മാറാതെ നിന്നതുകൊണ്ടും ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തതുകൊണ്ടും ചില ഉഴപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഉടമ്പടിയിൽ ഉഴപ്പിയിട്ടുണ്ട്. എന്നാൽ പോലും അത് മാതാവ് തിരിച്ച് വിളിക്കുകയാണ് നമ്മളെ വീണ്ടും. അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന ചാരിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഓൾഡ് ഏജ് ഹോമുകളിൽ പോകാറുണ്ട്. അവിടേക്കുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ മന്ത്ലി ഉള്ള പ്രൊവിഷൻസൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതേപോലെ തമിഴ് പത്രങ്ങൾ ഞങ്ങളിവിടെ നിന്ന് തമിഴും മലയാളവും പത്രങ്ങൾ വാങ്ങും. ഇടുക്കി ആയതുകൊണ്ട് തമിഴ് പീപ്പിൾസും ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അവരുടെ ഇടയിലേക്ക് ചെന്നിട്ട് അവിടെ അവർ വളരെയധികം നമ്മുടെ മലയാളികളെക്കാളും കുറച്ചും കൂടെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് അത് കേൾക്കാനും ഇവിടേക്ക് വരാനുള്ള താല്പര്യത്തോടു കൂടി അവർ പത്രം വാങ്ങുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത്. അതേപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ സമയം കിട്ടുമ്പോൾ പോകാറുണ്ട്. സർജറി ഒക്കെ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഈ സമയത്ത് വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ഞങ്ങൾ 3 പേരും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം തൈലം ഉപയോഗിക്കുകയും ഉപ്പ് ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾക്ക് വലിയൊരു സംരക്ഷണം. യാത്രകളിലും ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലും വൈഫാണെങ്കിൽ ഇൻ്റർവ്യൂവിന് പോയ സമയത്തും എല്ലാ സമയത്തും ഉടമ്പടി കാശുരൂപമില്ലാതെ ഒരു സ്ഥലത്തേക്കും അത് ഇല്ലാതെ ഒരു യാത്ര എന്നുള്ളത് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ മകൻ എപ്പോഴും ഈ 2 വർഷം ശരിക്ക് LKG UKG സ്കൂളിൽ ശരിക്ക് പ്രോപ്പറായിട്ട് പോകാൻ പറ്റിയിരുന്നില്ല. ആ സമയത്ത് ഈ ക്ലാസ്സുകൾ മിസ്സാവുന്നുണ്ടെങ്കിലും അവൻ എക്സാമിനൊക്കെ ഒരുവിധം കവർ ചെയ്ത് പോരുന്നുണ്ടായിരുന്നു. അത് ശരിക്കും ഈ ഒരു ഉടമ്പടിയുടെ ഒരു ബലത്തിലാണ്, മാതാവിൻ്റെ ഒരു ബ്ലെസ്സിങ്ങിലാണ് അത് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയത്. അവനെ മാതാവ് ഒരുപാട് അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്, ഇപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് അതിൻ്റെ സംരക്ഷണം അവൻ്റെ യാത്രകളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എൻ്റെ കുടുംബത്തെ ഉയർത്തണമെന്ന് ഞാനിവിടെ വരുമ്പോൾ, ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്, ഞാനിവിടെ ഓരോരുത്തരിൽ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നാണ് അതിനൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായത്. പിന്നെ എന്ന് പറയാൻ, ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ ആർക്കെങ്കിലും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ തന്നെ അവർക്കതൊരു പോസിറ്റീവായിട്ട് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും സുഹൃത്തുക്കളായാലും ബന്ധുമിത്രാദികളായാലും അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാനത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് അങ്ങനെ ഒരു പ്രാർത്ഥിക്കാനൊരു തോന്നൽ തരികയും
ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് ക്ലിയർ ആവുന്നതായിട്ട് ഞാൻ ഒരുപാട് പേരെന്നോട് പറയുകയും കാണുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാൻ ഇങ്ങനെ വിചാരിക്കും, എല്ലാവർക്കും മാതാവ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ മാതാവിൻ്റെ ഇതുണ്ട്. അപ്പോൾ എൻ്റെ ഇത് എന്നത്തേക്കായിരിക്കും, എപ്പോഴായിരിക്കും എൻ്റെ അടുത്ത് അമ്മ വരുന്നത്? ഞാനിപ്പം എല്ലാവരും പറയും ഇങ്ങനെ സാരി ഉടുത്ത്, നീല സാരി ഉടുത്ത് അമ്മ വന്നു, അമ്മേനെ അവിടെ ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറയുമ്പം ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഇപ്പം എൻ്റെ അടുത്ത് വരില്ലേ, എന്നെ കാണാൻ ഇനി ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ എന്താണ് എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. എനിക്ക് 2 പ്രാവശ്യം വ്യക്തിപരമായിട്ട് മുല്ലപ്പൂ അഭിഷേകം അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു ദിവസം 5:45 ഇടവകപ്പള്ളിയിൽ കുർബാനയ്ക്ക് ഞാൻ രാവിലെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ നല്ല ഇരുട്ടാണ്. അപ്പോൾ കാറിൻ്റെ ലൈറ്റ് വെട്ടത്ത് കറക്റ്റ് റോഡിൻ്റെ സെൻറ്ററിലായിട്ട് ഈ കൃപാസനത്തിലെ ഒരു കൊന്ത ആരുടെയോ കയ്യിൽ നിന്ന് പോയിട്ടുള്ളതാണ്. അത് കറക്റ്റായിട്ട് എനിക്ക് തന്നെ ആ സമയത്ത് കിട്ടുകയാണ്. അപ്പോൾ ഞാനൊരു അടയാളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇത് എനിക്ക് കിട്ടുന്നത്. അതേപോലെ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പള്ളിയിൽ മുറ്റത്തിങ്ങനെ മണൽ ഇട്ടിട്ടുണ്ട്. മണലിൻ്റെ അകത്തുനിന്ന് ഒരു കൃപാസനത്തിൻ്റെ കാശുരൂപം, അതും ഇതേപോലെ തന്നെ ആരുടെ കയ്യിൽ നിന്ന് മിസ്സായതാണ്, പക്ഷെ അത് എനിക്ക് തന്നെ കിട്ടുകയാണ്. പിന്നെ കൊന്ത, അതേപോലെ ഈശോയുടെ ഒരു കുരിശ് ഒരു ദിവസം പള്ളിക്കകത്തുനിന്ന് തന്നെ കുർബാന കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു കുരിശ് രൂപം എനിക്ക് കിട്ടി. അപ്പം അടയാളങ്ങൾ ആ രീതിയിൽ എനിക്ക് ഒരുപാട് അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ ഇനിയും വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ പ്രാർത്ഥനകളോടും കൃപാസനത്തിനോടൊക്കെ ചേർന്ന് വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 1 സാമുവേൽ 2-ാം അധ്യായം 35-ാം തിരുവചനം പറയുന്നു, ഇത് നിനക്കടയാളമായിരിക്കും, എനിക്ക് വേണ്ടി വിശ്വസ്തനായ ഒരു പുരോഹിതനെ ഞാൻ തിരഞ്ഞെടുക്കും, എൻ്റെ അഭിലാഷമനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും, അവൻ്റെ കുടുംബം ഞാൻ നിലനിർത്തും, എൻ്റെ അഭിഷിക്തൻ്റെ സന്നിധിയിൽ അവൻ നിത്യം ശുശ്രൂഷ ചെയ്യും. ഉടമ്പടി എന്നത് ഒരു വലിയ ശുശ്രൂഷയാണെന്ന് നമുക്കറിയാം. ഉടമ്പടി ജീവിതം ഒരു ശുശ്രൂഷയാണ്. കാരണം നാം എപ്പോഴും കാരുണ്യ പ്രവൃത്തികൾ വ്യാപൃതരായിരിക്കണമെന്നുള്ള ഒരു വലിയ നിബന്ധത ഈ ഉടമ്പടി ജീവിതത്തിനുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളവർക്കാണ് എപ്പോഴും ലോക അരൂപിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് എപ്പോഴും ലോകത്തെ സ്നേഹിക്കാനും പക്ഷേ ഈശോയെ കൊടുക്കാനുള്ളൊരു വലിയ പ്രേരണയും ഉൾക്കാഴ്ചയും ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് ആ അഭിഷേകവും പ്രേക്ഷിത പ്രവൃത്തികൾ ചെയ്യാനുള്ള വലിയ കൃപയും ഒക്കെ ലഭിക്കുന്നത്. ഇവിടെ ജോഷിയും കുടുംബവും പ്രസ്താവിച്ചതും അവർ ഏറ്റു പറയുന്നതും അത് തന്നെയാണ്. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുന്ന ദിവസം എന്നായിരിക്കുമെന്ന് കാത്തിരിക്കുന്ന ഒരു വലിയ അഭിഷേകം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു, എനിക്ക് സുഗന്ധാഭിഷേകമുണ്ടായി, എനിക്കതുപോലെ തന്നെ ചോദിക്കുമ്പോഴെല്ലാം എനിക്ക് അടയാളങ്ങൾ, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ആ കാശുരൂപമോ ജപമാലയൊക്കെ എനിക്ക് തന്നെ അത് കിട്ടാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നമുക്കെപ്പോഴും, നാം വിളിക്കുമ്പോഴെല്ലാം വിളിപ്പുറത്ത് എന്ന ഒരു വലിയ സാമീപ്യം നമുക്ക് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്നു, ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഇവർ ഉടമ്പടി എടുക്കുന്നത്, തൻ്റെ വൈഫ് വന്ന് ഉടമ്പടി എടുത്തത് അവർക്ക് യൂറോപ്യൻ ഒരു വിസ കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു. 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴാണ് ഇന്നലെയാണ് അവരുടെ കയ്യിൽ വിസ കിട്ടിയത്. ഉടനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അവർ ആഗ്രഹിച്ചു. ഉടമ്പടിയിലേക്ക് കടന്നു വന്നവർ ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്നുള്ള വലിയ പ്രാർത്ഥന അവർക്ക് സാധ്യമായെന്ന് ജോഷിയുടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മകനെക്കുറിച്ചുള്ളൊരു വലിയ ആകുലതയോടെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. മകൻ്റെ എപ്പോഴും ഫ്രീക്വൻ്റായിട്ട് യൂറിൻ പോകുന്ന ഒരു വലിയ അസുഖം, ഇവർക്കത് മെഡിക്കേഷനിലൂടെ നടക്കുന്നില്ലായിരുന്നു. വൈദ്യശാസ്ത്രം കൈവിട്ട കേസുകളാണ് നാം ഈ അൾത്താരയിൽ പറയുന്നത്. അസാധ്യങ്ങളുടെ അമ്മയാണ്, എപ്പോഴും സാധ്യതകളുടെ അമ്മയാണ് നമുക്കുള്ളത്. നമ്മുടെ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് നമുക്ക് പറയാൻ തക്കവിധം വലിയ സാക്ഷ്യങ്ങളാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നടത്തുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം മനസ്സിലാക്കി, ഫ്രണ്ട്സെല്ലാം കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഈശോയാണ് എൻ്റെ സന്തത സഹചാരി എന്നുള്ള വലിയ ജീവിതാനുഭവത്തിൻ്റെ ഉടമയായി തീർത്തിരിക്കുകയാണെന്ന് ജോഷി. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ യുവാക്കൾ സ്വപ്നം കാണുകയും ദർശനങ്ങൾ കാണുകയും ചെയ്യുന്ന ഒരു വലിയ അനുഭവം ഈ യുവാവിന് ദൈവം കൊടുത്തിരിക്കുന്നു. വലിയ കൃപയാണ് നമുക്ക്. പിന്നെ എപ്പോഴും
സംരക്ഷണത്തിൻ്റെ ഒരു വലയത്തിലായിരിക്കും. ഓറ നമുക്കുണ്ടായിരിക്കും എപ്പോഴും. ഉടമ്പടി കാശുരൂപം, ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മളെ ഒരിക്കലും വിടില്ല. എത്ര വലിയ അഗാധത്തിലേക്ക് നമ്മുടെ വാഹനം വീഴുകയാണെങ്കിലും ജോഷി പ്രസ്താവിക്കുകയായിരുന്നു, സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു, എനിക്കോ വാഹനത്തിനൊരു പോറൽ പോലും ആ ആക്സിഡൻറ്റിൽ ഉണ്ടായിരുന്നില്ല. വാഹനത്തെ കൺട്രോൾ ചെയ്യാൻ ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ഇടപെടലുകൾക്ക് നന്ദി പറയാം. ജീവിതാവസാനം വരെ ഉടമ്പടിയിലായിരിക്കുന്ന വലിയ പ്രോമിസോടുകൂടിയാണ് ഈ കുടുംബ അൾത്താരയിൽ നിറങ്ങുന്നത്. ജോഷിക്കും കുടുംബത്തിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് വലിയ കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.